വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലുണ്ടായ അപകടത്തിൽ നഗരസഭാ കൗൺസിലിൽ കയ്യാങ്കളി. തീരദേശ നിയമങ്ങൾ ലംഘിച്ച് നടത്തിയ നിർമ്മാണമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആരോപണം. വിശദാംശങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എന്താണെന്ന് നഗരസഭയിൽ നടന്നത്? വിശദാംശങ്ങൾ. രജനി, വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലുണ്ടായ അപകടം അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ഇന്ന് കൗൺസിൽ യോഗത്തിൽ കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അവിടുത്തെ ഭരണപക്ഷം ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അന്തർ സംസ്ഥാന ലോബികൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ തകർക്കാൻ ഇടപെടുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ കൗൺസിലർമാരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രതിപക്ഷ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ദൃശ്യം കാണാൻ സാധിക്കും. തീരദേശ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ സ്ഥാപിച്ചത്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടും സർക്കാർ അത് കണക്കുകൂട്ടാതെയാണ് വിനോദസഞ്ചാര വകുപ്പ് അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ സ്ഥാപിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില നിർമ്മാണങ്ങളിലും നഗരസഭ അനധികൃതമായി ഇടപെട്ടു. നഗരസഭയുടെ അനധികൃതമായിട്ടുള്ള ഇടപെടലും അതുപോലെ തന്നെ പല കാര്യങ്ങളിലെ അഴിമതികളും നഗരസഭ കണ്ടെന്ന് നടിക്കുന്നതുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമെന്നുമാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയം, അതായത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലുണ്ടായ അപകടം ഒരു ജുഡീഷ്യറി അന്വേഷണം വേണമെന്നാണ് ആരോപിക്കുന്നത്. അതേ തുടർന്നാണ് കൗൺസിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. കൗൺസിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നത്. എന്തായാലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും അതുപോലെ തന്നെ വർക്കല വിനോദസഞ്ചാര മേഖലയിൽ ഇത്ര അപകടങ്ങൾ അനാസ്ഥയ്ക്കുമെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിരോധങ്ങൾ കൊണ്ടുവരുമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ അറിയിച്ചിട്ടുണ്ട്. ശരി.